ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽഎൻതിങ്. ഇന്ന് നമ്മൾ പാർട്ട് 3 ആണ്, റിവിഷൻ. അതായത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര മൂന്നാം ഭാഗം, ജ്യാമിതിയും ബീജഗണിതവും. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ സ്ക്വയർ. The axes are drawn through the midpoints of its sides. Length of its side is 6 units. Write the coordinate of its vertices. Write the equation of the diagonal BD. Diagonal വരയ്ക്കാം. ഇപ്പോൾ ടോട്ടൽ ലെങ്ത് 6 എന്ന് പറയുന്നത് മിഡ് പോയിന്റിൽ കൂടെയാണ് എന്താണ് ഈ ആക്സസ് പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ഇറ്റ്സ് വെർട്ടിസസ്. അപ്പം ഇവിടെ 6 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് ഈസ് 6. ഇത് മിഡ് പോയിന്റിൽ കൂടെയാണ് ആക്സിസ് പോകുന്നത്. അപ്പോൾ ഇവിടെ 3 യൂണിറ്റ്, ഇവിടെ 3 എല്ലായിടവും 3 യൂണിറ്റ്സ് ആണ്. അപ്പം നമുക്ക് ഓരോ വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം, സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 0 0, ഇവിടെ 3 യൂണിറ്റ്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും, 3 0 ആയിരിക്കും. അവിടുത്തെ കോർഡിനേറ്റ് 3 0 ആയിരിക്കും. പിന്നെ ഇവിടെ നോക്കിയാൽ താഴോട്ട് ഇവിടെ നെഗറ്റീവ്, മുകളിലോട്ട് പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ ഇവിടെ 3 ആകുമ്പോൾ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെ 3 ആകുമ്പോൾ ഇവിടെയും 3 ആയിരിക്കും അല്ലേ. പിന്നെ വൈ ആക്സിസ് ഇതെല്ലാം നെഗറ്റീവാണ്, അപ്പം -3 യൂണിറ്റ്സ് താഴോട്ട്. ഇവിടെ 3 യൂണിറ്റ്സ് മുകളിലോട്ടാണ്, അപ്പം 3 + 3. ഇനി നമുക്ക് ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത്. എ ഇവിടെ നോക്കിക്കേ, എക്സ് നെഗറ്റീവാണ്, -3 ആണ്. വൈയും നെഗറ്റീവാണ്, അപ്പം രണ്ടും നെഗറ്റീവ്. എല്ലാം 3 യൂണിറ്റ്, ഇവിടെ 3 യൂണിറ്റ്, 3 യൂണിറ്റ്, 3 യൂണിറ്റ്, 3 യൂണിറ്റ്. ഇവിടെ കോർഡിനേറ്റ് ഡി എന്തായിരിക്കും, -3 തന്നെയായിരിക്കും അല്ലേ. എക്സ് -3, വൈയോ പോസിറ്റീവാണ്, -3 3 കാണുന്നില്ലല്ലേ, -3 3. അപ്പം നമുക്ക് കോർഡിനേറ്റ്സ് എന്തൊക്കെ കിട്ടി? എ ഇവിടെ എഴുതാം, എ -3 -3, ബി ഒന്നാമത്തെ ആൻസറാണ്, ബി 3 -3. സൈൻ ഇടുന്ന എല്ലാം 3 3 തന്നെ, പക്ഷെ സൈൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ബോത്ത് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ്, എക്സും വൈയും അല്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ല, രണ്ടും നെഗറ്റീവ്. ഫോർത്ത് ക്വാർട്ടറിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് എല്ലാം എഴുതാം. സി എത്ര, 3 3, ഡി -3 3. ഇനി അടുത്ത രണ്ടാമത്തെ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ഡയഗണൽ ബി ഡി. എക്സും വൈയും കൂടെ കൂട്ടിയാൽ നോക്കിക്കേ, 0, -3 + 3 0, 3 + -3 0. അപ്പോൾ നമുക്ക് ഇക്വേഷൻ x + y = 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 5 0 and 3 2? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. The x coordinate of a point on the line x - y = 5 is 5. What is the y coordinate of that point? Write the coordinates of the point of intersection of these lines. X + y = 5 and x - y = 5. ചോദ്യം മനസ്സിലായ? 5 0 3 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാകുന്ന വരയുടെ ചരിവെത്ര? ആ വരയുടെ സമവാക്യം എഴുതുക. x - y 5 എന്ന സമവാക്യത്തിൽ എക്സ് സൂചക സംഖ്യ 5 ആണെങ്കിൽ y സൂചക സംഖ്യ എത്ര? x + y 5, x - y 5 എന്നീ സമവാക്യങ്ങൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന, ഗണ്ണിക്കുമ്പോഴുണ്ടാകുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ ഏവ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 3 ചോദ്യങ്ങളും നമുക്ക് ഓരോന്നായിട്ട്. ഒന്നാമത്തെ ഉത്തരം 5 0 3 2. ഈ ബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാകുന്ന വരയുടെ സ്ലോപ്പ് ഈക്വൽസ്, ഒന്നാമത്തെ ആണ്, y2 - y1 by
x2 minus x1. 2 by minus 2 equals minus 1. ഈ വരയുടെ സമവാക്യം y minus 0 by x minus 5 equals minus 1. സ്ലോപ്പുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ y ഈക്വൽസ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 5. y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് മൈനസ് പ്ലസ് 5. രണ്ടിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം എക്സ് പ്ലസ് വൈ മൈനസ് 5 ഈക്വൽ ടു 0. അപ്പോൾ വരയുടെ സമവാക്യം കിട്ടി. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എക്സ് മൈനസ് വൈ ഈക്വൽസ് 5. ഇതിൽ എക്സ് കോർഡിനേറ്റ് 5 ആണെങ്കിൽ വൈ കോർഡിനേറ്റ് എത്ര? അപ്പോൾ ഇവിടെ എക്സിന് പകരം 5 കൊടുക്കുക. 5 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5 മൈനസ് 5 ഈക്വൽ ടു 0. അപ്പോൾ വൈ എത്ര? 0. അപ്പോൾ വൈ കോർഡിനേറ്റ് 0. ഇനി മൂന്നാമത്തത് എന്താണ്? എക്സ് പ്ലസ് വൈ. മൂന്നാമത്തെ എക്സ് പ്ലസ് വൈ ഈക്വൽ 5 എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5. ഈ രേഖകൾ ഈ വരയുടെ സമവാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ രണ്ട് സമവാക്യങ്ങളും ഈ വരകൾ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരയുടെ സമവാക്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്താണ് എങ്ങനെയാണോ സമവാക്യങ്ങൾ സോൾവ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എക്സിന് കിട്ടുന്ന വില എത്രയാണ്, എക്സിനും വൈക്കും കിട്ടുന്ന വില എഴുതുക. അതാണ് നമ്മുടെ ആൻസർ. ഇവിടെ സോൾവ് ചെയ്യുമ്പം ഇത് കട്ട് ചെയ്യും. 2x ഈക്വൽസ് 10, എക്സ് ഇസ് ഈക്വൽ ടു 10/2, എക്സ് 5 എന്ന് കിട്ടും. 5 ആണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ 0 ആയിരിക്കും. അപ്പോൾ ആൻസർ എത്താണ്? 5, 0. അപ്പം നമ്മുടെ ആൻസർ 5, 0. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. മൂന്നാമത്തെ ചോദ്യം. If 2x plus 3y minus 6 equals 0 is the equation of a line, find the coordinate of the point of intersection of this line with the x-axis. x-axisമായിട്ട് ഈ ലൈൻ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് പറയേണ്ടത്. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? അപ്പോൾ എനി പോയിന്റ് ഓൺ ദ x-axis ഈസ് ഓഫ് ദ ഫോം x 0. y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ വൈക്ക് പകരം 0 കൊടുക്കുക. 2x പ്ലസ് 3 into 0 minus 6 equal to 0. 2x minus 6 equals 0. 2x equals 6. Therefore, x is equal to 6/2 equals 3. x 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി. എന്താണ്? 30 എന്ന് കിട്ടി. ഇനി സ്ലോപ്പ് ആണെങ്കിൽ ഒരു പോയിന്റ് കൂടെ കിട്ടണം. ഒരു പോയിന്റ് 30 എന്ന് കിട്ടി. ഇനി അടുത്ത പോയിന്റ് കിട്ടാൻ എക്സിന് 0 കൊടുത്ത് നോക്കിക്കേ. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരും? 0, 2 into 0 plus 3y minus 6 equal to 0. 3y equals 6. y is equal to 6/3 equals 2. അപ്പോൾ y 2 എന്ന് കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് അങ്ങ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് എത്ര? 2 minus 0 by 0 minus 3 equals 2 by minus 3 equal to minus 2/3. ഇതാണ് സ്ലോപ്പ്. ഓക്കെ. നാലാമത്തെ ചോദ്യം. The center of a circle is passing through the origin. The circle cut the y-axis at a 0,4 and x-axis at b 40. What are the coordinates of C? Write the equation of the circle. 0, 0 is a point on the circle. There is one more point on the circle with the x and y coordinates equal. Which is that point? നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കോർഡിനേറ്റ് ഓഫ് സി ആണ്.
സി എന്ന് പറയുന്നത് ഇത് എന്താണ്, ഇത് റേഡിയസ്, ഇത് സെൻറ്റർ, ഇത് ഡയമീറ്റർ. അപ്പോൾ ഇത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ മിഡ് പോയിൻ്റ് ചെയ്താൽ പോരെ, 0 + 4/2, 4 + 0/2. അപ്പോൾ എത്ര കിട്ടും? 2, 2 എന്ന് കിട്ടും. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് സി ഈസ് 2, 2. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇതാണ് ഇവിടെ നിന്ന് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം രണ്ടാമത് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് y - 2 y - y1 the whole square plus x - 2 the whole square is equal to r square. അപ്പം ഇവിടെ നമുക്ക് r കണ്ടുപിടിക്കണം. r കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല, r square. അപ്പോൾ നമുക്ക് r കണ്ടുപിടിക്കാം. r കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. 0, 0, 2 ഇവിടെ എന്താണ്, ഒറിജിനല്ലേ, 0, 0, 2, 2, 2. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല അപേക്ഷിച്ച് നമുക്ക് എന്താ കിട്ടുന്നത്? √2 - 0 the whole square equals √2 - 0 the whole square, 2 square plus 2 square, √4 + 4 that is √8 എന്ന് കിട്ടും. √8. Therefore radius equals 2√2. റേഡിയസ് ഈക്വൽസ് 2√2 അല്ലെങ്കിൽ √8 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി. നമുക്ക് ഇനി എന്താ ചെയ്യാം? ഇതിൻ്റെ അകത്ത് കൊടുക്കാം. നാലാമത്തെ ചോദ്യമല്ലേ. അപ്പം y - 2 the whole square plus x - 2 the whole square is equal to r square. Radius 2√2 that is √8 whole square. എത്ര വരും? 8 തന്നെ വരും അല്ലേ. y - 2 the whole square plus x - 2 whole square is equal to 8. ഇതിങ്ങനെയാണ് ഇട്ടിരിക്കുക, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് a - b whole square എന്ന രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. ഇനി അടുത്തത് സി ആണ്. 0, 0 is a point. 0, 0 is a point on the line on the circle. There is one more point on the circle. അപ്പോൾ ഇത് അങ്ങോട്ട് നീട്ടുക. അപ്പോൾ ഈ പോയിൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0, 0 to 2 എന്താണ്, 2, 2. അപ്പം 2 ആണ് വ്യത്യാസം. 0 to 2, 2, 0 to 2, 2. അപ്പം രണ്ടിടത്തും 2, 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 + 2, 2 + 2. അപ്പോൾ എത്ര കിട്ടും? 4, 4 എന്ന് കിട്ടും. എക്സും വൈയും ഈക്വൽ ആണ്. ഇതാണ് മൂന്നാമത്തെ എൻ്റെ ആൻസർ. 0, 0യിൽ എക്സും വൈയും ഈക്വലാണ്. അപ്പോൾ അതുപോലെ ഈ സർക്കിളിലുള്ള എക്സും വൈയും ഈക്വൽ ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 0, 0 to 2, 2 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡിഫറൻസും വൈയുടെ ഡിഫറൻസും 2, 2. ഇനി അങ്ങോട്ടുള്ള പോയിന്റും അതുപോലെ തന്നെയായിരിക്കണം. അപ്പോൾ 2, 2 രണ്ടിൻ്റെയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 4 ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.